ഈ ജയഭേരിക്ക് സമീപകാല സമാനതകളില്ല. പോസ്റ്റൽ വോട്ടിൽ തുടങ്ങിയ മുന്നേറ്റം വോട്ടെണ്ണലിൽ ഉടനീളം കാത്താണ് ബീഹാർ NDA തൂത്തുവാരിയത്. ഏറ്റവും ഒടുവിലത്തെ കണക്കെടുക്കുമ്പോൾ 243 അംഗ നിയമസഭയിൽ 200-നപ്പുറമാണ് NDA മുന്നേറ്റം. അടിയൊഴുക്കുകൾ എമ്പാടുമുണ്ടാകുമെന്ന് കരുതിയ തെരഞ്ഞെടുപ്പിൽ വമ്പൻ സ്ട്രൈക്ക് റേറ്റോടെ ഭരണ തുടർച്ചുറപ്പിക്കാൻ NDAക്കായതെങ്ങനെയെന്ന ചോദ്യത്തിന് പല വിലയിരുത്തലുകൾ ഉണ്ടെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ഒന്നിക്കുന്ന ഏക ഉത്തരം നിതീഷ് കുമാറിന്റെ വനിതാ കേന്ദ്രീകൃതമായ ക്ഷേമ പദ്ധതികളാണെന്നതാണ്. 9ാം ക്ലാസ് പെൺകുട്ടികൾക്ക് സൈക്കിൾ വാങ്ങാൻ 2000 രൂപ നൽകുന്ന 2006 പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി സൈക്കിൾ യോജനയിൽ തുടങ്ങി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് ലക്ഷക്കണക്കിന് സ്ത്രീ അക്കൗണ്ടിലേക്ക് 10,000 രൂപ നേരിട്ടയച്ച മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന വരെ 2 പതിറ്റാണ്ടിനിടെ നിതീഷ് കുമാർ നടപ്പിലാക്കിയ സ്ത്രീപക്ഷ പദ്ധതികളിൽ തൃപ്തരായ സ്ത്രീ വോട്ടർമാർ നിരനിരയായി പോളിംഗ് ബൂത്തിലെത്തിയാണത്രേ നിതീഷിനും NDAയ്ക്കും മിന്നും ജയം സമ്മാനിച്ചത്. ഇപ്പുറത്ത് BJP ഇതര രാഷ്ട്രീയം പ്രതീക്ഷയോടെ കാത്തിരുന്ന രാഷ്ട്രീയ പോരാട്ടത്തിൽ ബീഹാറിന്റെ മണ്ണിൽ മഹാസഖ്യമെന്ന മതേതര മുന്നണി തകർന്നടിഞ്ഞതിന്റെ കാരണങ്ങളിലേക്കും ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമുണ്ട്. ഒറ്റയാക്കത്തിലേക്ക് കൂപ്പുകുത്തിയ കോൺഗ്രസിന്റെ വമ്പൻ പരാജയത്തിന് എന്ത് വിശദീകരണമാണ് മുന്നണിയെ മുന്നിൽ നിന്ന് നയിച്ച രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളതെന്നാണ് രാഷ്ട്രീയ എതിരാളികളുടെ പ്രധാന ചോദ്യം. രാഹുലിനൊപ്പം തോളോട് തോൾ ചേർന്ന തേജസ്വി യാദവിന്റെ RJDയുടെ സ്ഥിതിയും മറിച്ചല്ല. കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റിന്റെ 1/3 ചുരുങ്ങിയ പാർട്ടിക്ക് സംസ്ഥാനത്ത് ഏറ്റവും വോട്ട് വിഹിതമുള്ള പാർട്ടി എന്ന പെരുമ മാത്രമാണ് ആശ്വാസം. രാജ്യം ഏറെ ആഘോഷിച്ച രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന ഖ്യാതിയിൽ കളത്തിലിറങ്ങിയ പ്രശാന്ത് കിഷോറിനെ സ്വന്തം നാട് സമ്പൂജ്യനാക്കിയാണ് മടക്കിയത്. എല്ലാ വിശകലനങ്ങൾക്കുമപ്പുറം സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും വോട്ടുകൊള്ള ആരോപണവും പ്രതിപക്ഷ പരാജയത്തിന്റെ പ്രതിരോധമായി പതിവിലും ഉച്ചത്തിൽ ഉയർന്നു കേൾക്കുന്നതെന്നും ബീഹാർ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ രാഷ്ട്രീയ പ്രസക്തമാക്കുന്നുണ്ട്. ബീഹാറിൽ ജയിച്ചത് NDA അല്ല, ഇലക്ഷൻ കമ്മീഷനാണ്. നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിൽ ഇനി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കില്ല. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ചേർന്നുണ്ടാക്കിയ ഒരു അട്ടിമറിയാണ്. ബീഹാർ പോരാട്ടത്തിൽ മഹാസഖ്യം നിരായുധരായതെങ്ങനെ?